ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷൻ്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ബോട്ടിംഗ് ഏരിയയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലായിട്ട് ധാരാളം പ്രൈവറ്റ് ബോട്ടിംഗ് ഏരിയാസ് ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ഒരു വ്യക്തിക്ക് 150, 200, 500 ഒക്കെ വെച്ച് പോകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായി നമുക്ക് ചെറിയൊരു തുകയിൽ ബോട്ടിംഗ് ആസ്വദിക്കാൻ പറ്റിയൊരിടമാണ്. ആ ഒരിടത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ മുളവുകാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നമുക്കൊന്ന് ചുറ്റി കറങ്ങി നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടേണ്ട വഴി എറണാകുളം സൗത്ത് ഭാഗത്തു നിന്നാണ് വരുന്നത്. ജെട്ടി മേനക വഴിയുള്ള ബസ്സിൽ കയറി ഹൈക്കോടതി ജംഗ്ഷൻ ഇറങ്ങുന്ന സമയത്ത് ഒരു 50 മീറ്റർ മുമ്പോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വഴി കാണാം. അവിടുന്ന് നേരെ നമുക്ക് വാക്ക് വേ കയറി റൈറ്റ് സൈഡിലേക്കുള്ള വാക്ക് വേ കയറി നമുക്ക് ഈ ഒരു ബോട്ടിംഗ് ഏരിയയിൽ നമുക്ക് എത്തിപ്പെടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഉള്ള കാഴ്ചകൾ നമുക്ക് ആ ഒരു ബോട്ടിലൂടെ ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ബോട്ട് വരും. സോ നമുക്ക് കാത്തിരിക്കാം. ആ ഒരു യാത്രയിലേക്ക് നമുക്ക് പോകാം. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവിടെ നമുക്ക് പ്രൈവറ്റ് ബോട്ടിങ്ങും അവൈലബിൾ ആണ്. പക്ഷേ പ്രൈവറ്റ് ബോട്ടിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ഒരു ബോട്ടിംഗ് സാധ്യമാകണമെങ്കിൽ 150, 200 മുതൽ 500 വരെയൊക്കെ പോകുന്നുണ്ട്. ഇത് സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ അല്ല. അത് മാത്രമല്ല, അവരുടെ ആ ഒരു പ്രൈവറ്റ് ബോട്ടിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും ഒരു ഏരിയ കൊണ്ട് ചുമ്മാ ഇങ്ങനെ കറക്കി കൊണ്ടുവരാൻ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെറിയ തുകയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് നമുക്ക് മടങ്ങി വരാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ബോട്ട് ഇതാ എത്തി. ഞങ്ങൾ ബോട്ടിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വെയിലുണ്ട്, എങ്കിലും മനോഹരമായ ഒരു കാഴ്ച ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ്. മുളവുകാട് ഇത് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്. ഇതിന് ലോക്കലായിട്ട് ബോൾഗാട്ടി ഐലൻഡ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മുളവുകാട് പഞ്ചായത്ത് ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്താണ് വടുതല, അതുപോലെ വല്ലാർപാടം, കണ്ടെയ്നർ ഷിപ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടോ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മനോഹരമായ ബോട്ടുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മെയിനായിട്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ റിസോർട്ടുകളും അങ്ങനെയുള്ള പല ബിൽഡിങ്സൊക്കെ നമുക്കിങ്ങനെ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാർപാടം, അതുപോലെ തന്നെ മെയിൻലാൻഡ്, അതുപോലെ കളമശ്ശേരി, ആലുവ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ഷിപ്പ്, ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു റൂട്ടാണിത്. സോ അതുകൊണ്ട് തന്നെ ഒരു വൺ ഓഫ് ദ മേജർ റൂട്ടാണ്. മറ്റുള്ള റൂട്ടുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിംഗ് ഏരിയ തന്നെയാണ്. നമുക്ക് നമുക്ക് ഫാമിലി ആയിട്ട് ഉല്ലസിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇടം തന്നെയാണ്. കാരണം ഇവിടെ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ ഈ കായൽ സൈഡിൽ വളരെ മനോഹരമായ ഒരു പള്ളി. ഇതുപോലെ തന്നെ നമുക്ക് ഇത് കാണുന്നുണ്ട്, മറ്റേ സിഗ്നൽ കൊടുക്കാനുള്ള വിളക്കുകളൊക്കെ കാണുന്ന മീൻ പിടിക്കുന്ന ആളുകൾ പോകുന്നു. ഈ ഒരു ഏരിയയുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഫിഷിംഗ് തന്നെയാണ്. സോ പല സ്ഥലങ്ങളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിഷിംഗ് ബോട്ടുകൾ കാണാൻ സാധിക്കും. കണ്ടോ, വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ഈ ബോൾഗാട്ടി പാലസ്, അതും ഇതിനടുത്ത് തന്നെയാണ്. അതും മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻസിലൊന്ന് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുളവുകാട് എന്ന് പറയുന്ന ഇത് ഞാൻ പറയും ബോൾഗാട്ടി ഐലൻഡ് എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ കൊളോണിയൽ ഭരണത്തിൻ്റെ കേന്ദ്രമായിട്ട് ഡച്ചുകാരാണ് ഈ ഒരു ഐലൻഡ് ഇവിടെ ഫോം ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ KTDC കൺട്രോളിലുള്ള ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും അതുപോലെ തന്നെ പൈതൃക ഹോട്ടലും ഒക്കെയാണ് ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഒരു അട്രാക്ഷൻസ്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ
2016 സ്റ്റാർട്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ ഒരു ഗോൾഫ് കോഴ്സ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മറീന, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കേട്ടാൽ പുതുമ തോന്നുന്ന പല കാര്യങ്ങളും ഈ ഒരു ബോൾഗാട്ടി ഐലൻഡിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്, അതുപോലെ ഹോം സ്റ്റേസ് ഉണ്ട്, വാട്ടർ സ്പോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള സൈക്കിൾ റൂട്ട്സ് ഉണ്ട്, ജോഗിങ് ട്രാക്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്യൂസിൻസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് ഈ ഒരു ഐലൻഡ് വളരെ ഫേമസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ഏരിയസിൽ പെർട്ടിക്കുലർ മതവിഭാഗങ്ങളുള്ള ആളുകൾ മാത്രമാണ്, പക്ഷേ ഇവിടെ നാനാജാതി മതസ്ഥർ ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അഡ്വക്കേറ്റ്സ്, ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് താമസിക്കുക. കാരണം ഒരു ശാന്തമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ്. എന്തുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് മുളവാടെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടെയ്നർ റോഡിന് പാരലായിട്ട് ഈ ദ്വീപിൻ്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട് ഒരു സർവീസ് റോഡൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ താമസിയാതെ അതിലേക്കും കൂടെ ഒരു റോഡ് കണക്ടിവിറ്റി ഒക്കെ പോസിബിൾ ആകും. സോ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് തന്നെയാണ് ഈ മുളവാട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മറ്റ് ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് താന്തോന്നിത്തുരുത്ത് എന്ന് പറയും. അതും ഈ പറഞ്ഞതുപോലെ തന്നെ പോപ്പുലേഷൻ കുറവുള്ള ഏരിയ തന്നെയാണ് താന്തോന്നിത്തുരുത്ത് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വെള്ളം കയറുക എന്നുള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിശ്ചിത മാസം കഴിയുമ്പോൾ അവർ പലപ്പോഴും അവരുടെ വീട് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് തന്നെ നല്ലൊരു തുക പോകുന്നുണ്ട്. അവർക്ക് ഒരു വീടിൻ്റെ ഒരു അറ്റകുറ്റപ്പണി വന്നാൽ തന്നെ അവരവിടുന്ന് വള്ളത്തിലൂടെയോ ഒക്കെ അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കുന്ന കുറച്ച് ശ്രമകരമായ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും അവരെങ്ങനെയെങ്കിലുമൊക്കെ വീട് കഷ്ടപ്പെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 വേലിയേറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ വീടിൻ്റെ ആ ഒരു കണ്ടീഷൻ വളരെ ദുർബലമായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ മീൻപിടുത്തം തന്നെയാണ് ഇവരുടെ ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇവർ പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റി നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇന്ന് കുറച്ചുകൂടെ ഒരു ആൾക്കാർ എഡ്യൂക്കേറ്റഡൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല മേഖലകളിലേക്കൊക്കെ ഇന്ന് ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഏർപ്പെട്ട് വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ ഒരു ലാക്ക് ഓഫ് കണക്ടിവിറ്റി നമുക്ക് വിസിബിളാണ്. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീടിനൊരു എന്തെങ്കിലും ഒരു മെയിൻ്റനൻസോ എല്ലാം വന്നു കഴിഞ്ഞാൽ തന്നെ അവർ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ഒരു കണക്ടിവിറ്റിക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഈ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമാണ് വല്ലാർപാടം. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണ് 4 കിലോമീറ്റർ മുകളിൽ ഇടപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വല്ലാർപാടം കണ്ടെയ്നർ ഷിപ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു ഇതാണ്. വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ റെയിൽവേ പാലമാണിത്. സോ ഇത് മറ്റൊരു ആകർഷണങ്ങളിലൊന്ന് തന്നെയാണ്. നിർഭാഗ്യവശാൽ നമ്മൾ പോയ സമയത്ത് ട്രെയിൻസ് ഒന്നും പാസ് ചെയ്തിരുന്നില്ല. ഇതിലേക്ക് യാത്ര ഇതൊന്നുമില്ല, ചരക്ക് ഗതാഗതം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ പഴയ ആ ഒരു ഐലൻഡ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ കണ്ടെയ്നർ ഷിപ്മെൻറ്റ് ഈ ഒരു വല്ലാർപാടം വന്നതോടുകൂടി അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഏറ്റവും അധികം നമ്മൾ കോവിഡ് സമയത്തെ കണ്ടു കാണാം, ഓക്സിജൻ പോലും എത്തിച്ചിരുന്നത് ഈ ഒരു വല്ലാർപാടത്തിലേക്ക് തന്നെയായിരുന്നു. ഓക്സിജനായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോയിരുന്ന ഒരു ട്രെയിനൊക്കെ ഭയങ്കര വിവാദമായിരുന്നു. സോ ഇതും നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫ്ലാറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ 2 ദ്വീപുകളുടെ ഒരു സംഘം, അതായത് മുളവുകാട് ദ്വീപുണ്ട്, അതുപോലെ താന്തോന്നി തുരുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെറും തുച്ഛമായിട്ടുള്ള ഒരു തുകയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് പോയി വളരെയധികം ആ ഒരു ഭംഗി ആസ്വദിച്ചത്. ഇപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ കാണാൻ നമുക്ക് ചീനവലയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ ഗോശ്രീ പാലം കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു പൂർവ ഗ്രാൻഡ് ബേയുടെ ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട്.
കണ്ടോ, നമ്മൾ ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിഞ്ഞിങ്ങനെ വരികയാണ്. കണ്ടോ, ഒരുപാട് മനോഹരമായ കാഴ്ച, എത്ര ഫ്ലാറ്റുകളാണ്. സോ ഇത് നമുക്ക് ഇങ്ങനൊരു കാഴ്ച നമുക്ക് മറ്റ് ബോട്ടിംഗ് ഏരിയാസോ ബോട്ടിംഗ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം അവിടെ 200-500 മുടക്കുമ്പം ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡത്തിൽ സുഖമായിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് നമ്മൾ നിർദ്ദിഷ്ട വാട്ടർ മെട്രോ കണ്ടു, അതുപോലെ ഹൗസ് ബോട്ട് വരുന്നത് കണ്ടു, അതുപോലെ തന്നെ പല ബോട്ട് ജെട്ടികൾ കണ്ടു, അതുപോലെ തന്നെ ഗോസറി പാലം കണ്ടു, അതുപോലെ തന്നെ നമ്മൾ പിന്നെ വേറെന്ത് കണ്ടു, വല്ലാർപാടം കണ്ടെയ്നർ ഷിപ്മെൻറ്റിലേക്കുള്ള ആ ഒരു റെയിൽവേ മേൽപ്പാലം കണ്ടു. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ഒരു വ്യക്തിക്ക് വൺ സൈഡ് ആയത് വെറും 11 രൂപ മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ 200-500 ഒക്കെ മുടക്കി പോകുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു കാഴ്ച സാധ്യമല്ല. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ ഒരു ഭാഗം തിരഞ്ഞെടുത്താൽ നമ്മുടേതായിട്ടുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് ബുദ്ധി കൊച്ചി.